Hi friends, Anna's Lifestyle and Cooking എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ മണ്ണിന്റെ ഓവനിൽ വെച്ചിട്ട് കാടയിറച്ചി ചുടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാടയിറച്ചി മാത്രമല്ല, അതിന്റെ കൂടെ ഞാൻ ബ്രെഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. മിൽക്ക് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ വളർത്തുന്ന കാട തന്നെയാണ്, കാടക്കോഴി തന്നെയാണ്. അതിന് മുട്ടയിടലൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ തട്ടി. അപ്പോൾ നമ്മൾ അതിന് ഈ ഓവനിൽ വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ പോവാണ്. നമ്മൾ ചിക്കൻ്റെ വീഡിയോ ഓവനിൽ വെച്ചിട്ട് ചിക്കൻ ചുട്ടെടുക്കുന്ന ഒരു വീഡിയോയും കൂടെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊന്നും പോയി കാണണം. അപ്പോൾ നമുക്ക് കാടയിറച്ചിയും ബ്രെഡും ഇതിൽ ചുട്ടെടുക്കാൻ പോവാണ്. അതൊന്ന് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. കാടക്കോഴിനെയൊക്കെ കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുളകും ഉപ്പൊന്നും അതിൽ ശരിക്കും പിടിക്കില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കാം. കാടയിറച്ചിയെല്ലാം നല്ല വരഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴുകിയെടുക്കാൻ പോവാണ്. ആദ്യം ഒന്ന് കഴുകിയതാണ്, കഴുകി വൃത്തിയാക്കിയാണ്. എന്നാലും വരഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ഇതേപോലെ കുറച്ച് നാരങ്ങ നീര് പുരട്ടി ഒന്ന് വൃത്തിയാക്കി എടുത്താൽ അത് നന്നായിട്ട് വൃത്തിയായി കിട്ടും. അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനാണ് ഇങ്ങനെ നാരങ്ങ നീര് പുരട്ടി ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനത് കഴുകി വാരിയെടുത്തിട്ടുണ്ട്. ഇത് കഴുകി വാരിയെടുത്ത ഇറച്ചിയാണ്. ഇനി നമുക്കിതിലോട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. ഇത് നമ്മളെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് മല്ലിയിലയാണ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ ലാസ്റ്റാണ് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും പച്ചമുളകും കൂടെ കറിവേപ്പിലയും കൂടെ ഞാൻ അരച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇതേപോലെ വന്നതിന് ശേഷം നമുക്കതിലോട്ട് ഇനി പൊടികളും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. അത്രയും കാടയുള്ളതുകൊണ്ടാണ്. പിന്നെ അതിലോട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് സാധാ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ അതിലോട്ട് 1 മുറി നാരങ്ങ ചേർക്കുന്നുള്ളൂ. പിന്നെ ഗരം മസാലയാണിത്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്. അപ്പം അതും ഒരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കും. ടീസ്പൂണാണോ ടേബിൾ സ്പൂൺ അല്ല, എല്ലാം ചെറിയ സ്പൂണിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം. മസാലയൊക്കെ അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രം ഇട്ടിട്ട് എല്ലാം കാടയിറച്ചിയിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാൻ പോവാണ്. നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. അതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാരങ്ങയുടെ പകുതി മാത്രം ചേർത്ത് കൊടുത്തത്. ഒത്തിരി പുളിയാവും. തൈര് ചേർക്കുന്നത് ഒന്നുകൂടെ നമ്മളെ ഈ മീറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാടയിറച്ചിയിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. 1 മണിക്കൂർ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ഇതിൽ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഞാനിത് 1 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇറച്ചിയൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരുന്ന് മുളകൊക്കെ പിടിക്കട്ടെ.
ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡിനുള്ള മാവ് കുഴച്ച് വയ്ക്കാം. മൈദ, ഉപ്പ്, ഈസ്റ്റ്, ബട്ടർ, പാല് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബ്രെഡിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാല് ഇളം ചൂടുള്ള പാലാണ്, തണുത്ത പാലല്ല. അതിലോട്ട് നമുക്ക് ഒരു 1.25 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ ഈസ്റ്റ് ആണെങ്കിൽ അതൊന്ന് 10 മിനിറ്റ് ഇതേപോലെ ഇളക്കിയിട്ടൊന്ന് പൊന്താൻ വെക്കണം. ഞാൻ പൊന്താനൊന്നും വെക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിലോട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. ബട്ടർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുകളിലുണ്ട് കേട്ടോ. ഇത് അലിയാത്ത ബട്ടർ ആയതുകൊണ്ട് കുറച്ചധികം ഉണ്ട്. 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം ഉണ്ടത്. ഇളം ചൂടുള്ള പാലായതുകൊണ്ട് അത് അതിനകത്ത് കിടന്ന് മെല്ലെ മെൽറ്റായിക്കോളും. നമ്മൾ മാവൊക്കെ കുഴച്ച് വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് മെൽറ്റായി അതിലോട്ട് യോജിച്ചോളും. ഇനി ഞാൻ അതിലോട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. പഞ്ചസാര 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ അധികം മധുരമില്ലാത്ത ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലോട്ട് ഞാൻ മൈദ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 കപ്പ് മൈദ ചേർക്കും. 250 ml 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ആദ്യം ഞാൻ 1 കപ്പ് ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ കപ്പ് മൈദയാണിത്. നമ്മളിനി പാല് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാല് ചേർത്ത് ഇതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പം ഒന്ന് ടൈറ്റ് ആവുകയോ അല്ലെങ്കിൽ ലൂസായി പോവുകയോ ചെയ്താൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പാലൊഴിച്ച് കൊടുക്കുകയോ ചെയ്താലും മതി. ഇനിയിപ്പോൾ പാല് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമായാലും മതി കേട്ടോ. പാല് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ മിൽക്ക് ബ്രെഡ് ആയതുകൊണ്ടാണ് പാലിൽ തന്നെ കുഴച്ചെടുക്കുന്നത്. അതൊന്ന് ടൈറ്റ് ആയതുകൊണ്ടാണ് വീണ്ടും ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലൂസ് മാവാണ്, ഒത്തിരി ടൈറ്റല്ല. നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ അത്ര ടൈറ്റായിട്ടല്ല, കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ബ്രെഡിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്നത്. ഈ മാവ് നമുക്കൊരു ചപ്പാത്തി പലകയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. കുറച്ച് എണ്ണ തൂത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഈ മാവുള്ളത്. അപ്പം നന്നായിട്ട് നമുക്ക് കുറച്ച് എണ്ണ കയ്യിൽ തൂത്തിട്ട് നന്നായിട്ട് നല്ലപോലെ ഇത് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇതിൻ്റെ റബ്ബറി ടെക്സ്ചർ വരുന്നിടം വരെ നമ്മളിത് കുഴച്ചെടുക്കണം. നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് പൊട്ടാൻ പാടില്ല. പൊട്ടാത്ത വിധത്തിൽ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ വലിച്ചെടുക്കുമ്പോൾ അത് പൊട്ടാൻ പാടില്ല. ഇതേപോലെ നന്നായിട്ട് വലിഞ്ഞ് തന്നെ നിൽക്കണം. ആ പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിത് പൊന്താനായിട്ട് വയ്ക്കാം. ഒരു ബൗളിലോട്ട് കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം അത് വയ്ക്കാൻ, അല്ലെങ്കിൽ നമുക്കിത് എടുക്കുമ്പോൾ ബൗളിലാകെ ഒട്ടി പിടിച്ചിരിക്കും. അത് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഓയിലാകുന്ന പോലെ പുരട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ബോളാക്കി അതിനുള്ളിലോട്ട് വയ്ക്കാം, ബൗളിലോട്ട് വയ്ക്കാം. 1.5 മണിക്കൂറും കൊണ്ട് ഇത് പൊന്തി കിട്ടും. ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് പൊന്താനായിട്ട് വെക്കാം. ആദ്യം തീ കത്തിക്കാൻ പോവാണ്. തീ കത്തിച്ച് ഇത് കുറേ നേരം തീ കത്തിച്ച് കണ്ടായതൊന്ന് നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷമാണ് നമ്മളിതിലോട്ട് ചിക്കൻ വെക്കുന്നത്. ചിക്കനല്ല, കാടയിറച്ചി വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് തീ കത്തിക്കാൻ പോവാണ്.
നമ്മുടെ ഓവനിൽ നല്ലപോലെ തീയൊക്കെ കത്തി നല്ല കനലായി ചൂടായിരിപ്പുണ്ട്. നമുക്കിനി കാടയിറച്ചി ഓവനിലോട്ട് വെക്കാം. പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഞാനത് ഓവനിലോട്ട് വെക്കുന്നത്. ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ചെറിയ ഗ്രില്ല് പോലൊരു സാധനം വെച്ചിട്ടാണ് വെച്ചത്. ഒരു പ്ലേറ്റിൽ സാധാ ഒന്നും വെക്കാതെ വെക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അടുക്കി ഇത് വെക്കാം. അത് കനം കുറഞ്ഞ ചെറിയ കോഴി ആയതുകൊണ്ട്, കാടയിറച്ചി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയും കിഴങ്ങും വെളുത്തുള്ളിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അതിന് നല്ല നെയ്യ് ഉണ്ടായിരുന്നു ഈ കാടക്കോഴിക്ക്. കുറച്ച് മുട്ട, അതിനുള്ളിൽ കുറച്ച് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കാട എല്ലാം മുളകൊക്കെ പുരട്ടി എല്ലാം പിടിച്ചിട്ടുണ്ട്. ഞാനിത് വെക്കാൻ പോവാ. നല്ല കനലായിട്ടുണ്ട്, നല്ലപോലെ ചൂടായിട്ടുണ്ട് ഓവൻ. നമുക്കിത് വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് പറയാം എത്ര സമയം എടുക്കുന്നുള്ളത്. ബ്രെഡിൻ്റെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ കുഴച്ച് ബ്രെഡിൻ്റെ മോൾഡിലോട്ട് എടുത്ത് വയ്ക്കാം. ചപ്പാത്തി പലകയായിട്ട് വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒത്തിരി അധികം പ്രസ് ചെയ്യാതെ ഒന്ന് സോഫ്റ്റായിട്ട് വേണം പിന്നെ നമ്മൾ പൊന്തി വന്ന മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൈ വെച്ച് തന്നെ ഒന്ന് പരത്തിയതിന് ശേഷം രണ്ട് ഭാഗവും അങ്ങനെ അപ്പുറവും ഇപ്പുറവും ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ചുരുട്ടി എടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് ഉൾഭാഗം നല്ല സ്പോഞ്ച് പോലെ പൊന്തി വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലെയർ പോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടൈറ്റാക്കി ചുരുട്ടി കൊടുക്കുന്നത്. കയ്യിൽ ഓയിൽ തടവിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ ഭാഗം മുറിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ബ്രെഡ് മോൾഡിൽ ഇത് കുറച്ച് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അത് ഞാൻ മുറിച്ചെടുക്കുന്നത്. അത് ബന്ന് പോലെ ഒരു ചെറിയ പാത്രത്തിലോട്ട് ആക്കിയെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെച്ച് ഞാൻ അത് വേവിച്ചെടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബ്രെഡ് മോൾഡിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഈ മാവ് അങ്ങനത്തോട്ട് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആവുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാം. ചെറിയൊരു ബന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ട് നമുക്കിതൊരു ചെറിയ ബോളാക്കി എടുക്കാം. ഈ മാവ് ആദ്യം ഒന്ന് ബോൾ പോലെ ആക്കിയിട്ട് ആ പാത്രത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. കറക്റ്റ് ഒരു ബന്നിൻ്റെ സൈസിൽ നമുക്കതായി കിട്ടും. കണ്ടോ, ഞാനൊരു 10 മിനിറ്റ് ഇത് മോൾഡിലോട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ വെച്ചായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ മാവ് പൊന്തി വന്നു.
രണ്ട് മാവും പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഓവനിലോട്ട് കൊണ്ടുവയ്ക്കാം. ബ്രെഡ് വയ്ക്കാൻ പോവാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ബ്രെഡ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, പുറത്തോട്ട് എടുത്ത് കാണിച്ചു തരാം. ബ്രെഡ് ഒന്ന് തണുക്കുന്നതിന് മുന്നേ അതിൻ്റെ മുകളിൽ ചൂടോടെ തന്നെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലൈസിങ് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റും ആയിട്ടിരിക്കും മോൾ ഭാഗം. ഇതേപോലെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം നമുക്ക്. ബന്നെടുത്ത് കാണിച്ചു തരാം. എന്നുണ്ടോ നല്ല കറക്റ്റ് ബന്നിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. ഇതേപോലെ ചെറിയ കുഴിയുള്ള പാത്രത്തിൽ വെച്ചാൽ നമുക്ക് നല്ല കറക്റ്റ് ബന്നിൻ്റെ ഷേപ്പിൽ ബന്ന് കിട്ടും. അത് മുറിച്ച് ഞാൻ കാണിച്ചു തരാം. ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. നമ്മളെ കാട ചുട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. 1 മണിക്കൂറായി. 1 മണിക്കൂറായതിനു ശേഷമാണ് ഞാൻ നോക്കുന്നത്. ഇടയ്ക്ക് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ, തുറന്നൊന്നും നോക്കിയായിരുന്നേ. നമുക്ക് കഴിഞ്ഞതൊന്നും അറിയില്ലല്ലോ. വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കരിഞ്ഞിട്ടൊന്നുമില്ല, അതാണ് ഭാഗ്യം. കണ്ടെന്നാ ചൂട് കൂടുതൽ. കുറച്ച് കനൽ ഞാൻ ആദ്യം അതിനകത്ത് വെച്ചിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് അത് ഒഴിവാക്കി. കനൽ കുറച്ച് പുറത്തോട്ട് വാരിയിട്ടായിരുന്നു. ആ കനൽ തട്ടിയിരുന്ന ഭാഗമാണ് ഒന്ന് നന്നായിട്ട് ക്രിസ്പായിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രില്ല് ചെയ്ത് എടുക്കുന്ന പോലെയാണ്. നല്ല മണമാണ് കേട്ടോ. നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം നമുക്ക് ചിക്കനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു മണമില്ലേ, ആ ഒരു മണമാണ് നമ്മളിത് പുറത്തോട്ട് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കാടയിറച്ചിക്ക് നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല പോലെ വെന്ത് നല്ല ക്രിസ്പായിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ നല്ല കരിമുരാന്ന് ക്രിസ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ചൂട് കൂടുതൽ തട്ടിയ ഭാഗമൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുന്ന പോലെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ മണ്ണിൻ്റെ ഓവന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഓവൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ, പുറകെ ഇടുന്നതായിരിക്കും. അതൊരു വലിയ വീഡിയോ ആണ്, അതുകൊണ്ടാണ് അത് ഇടാൻ താമസിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ കോഴി ഇതേപോലെ ഞങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണണം. നമ്മൾ ബ്രെഡ് ഉണ്ടാക്കിയത്, ബ്രെഡ് നമ്മൾ ഓവനിൽ തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. വിട്ടിരുന്നിട്ടോ. അപ്പം ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡാണ്, മിൽക്ക് ബ്രെഡാണ് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് ബ്രെഡാണ്. അപ്പോൾ കാടയിറച്ചിയും ബ്രെഡും നമ്മുടെ വിറക് ഓവനിൽ വെച്ചിട്ട് ചുട്ടെടുത്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത്. നമ്മൾ എണ്ണയൊന്നും തേക്കാതെ കനലിൽ ചുട്ടെടുക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ പുതിയ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.